രഗാപൂർ ഗ്രാമം കടൽക്കരയിലാണുള്ളത്. ഗ്രാമത്തിന്റെ കാറ്റിൽ മണ്ണ്, കടൽ, പശു എരുമകളുടെ വാസന അവിടെ ഉണ്ടായിരുന്നു. ഓരോ രാവിലെയും ജനങ്ങൾ മരത്തിനടിയിൽ ഒന്നിച്ചുകൂടും. ആഡംബരമില്ലെങ്കിലും വളരെ ഭംഗിയുള്ള ജീവിതമായിരുന്നു. ഇതാണ് ആ ഗ്രാമം. ഈ ഗ്രാമത്തിൽ വെച്ച് ധീരജാണ് ഏറ്റവും നന്നായി പഠിച്ച യുവാവ്. ജനങ്ങളുടെ വിശ്വാസമായിരുന്നു അവൻ. പൂജ അവന്റെ ഉറ്റ സുഹൃത്താണ്. പിന്നെ രണ്ടുപേരും എപ്പോഴും മരത്തിനടിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. അന്ന് ആ മരത്തിനടിയിൽ എപ്പോഴും ഇല്ലാത്തൊരു ശാന്തതയുണ്ടായിരുന്നു. ജനങ്ങൾ വരാൻ പോകുന്ന മാറ്റത്തിനെ കുറിച്ച് കുഴപ്പത്തിലായിരുന്നു. ധീരജും പൂജയും അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് ഗ്രാമത്തലവൻ പതുക്കെ പതുക്കെ നടന്ന് മരത്തിനടിയിൽ വന്നെത്തിയത്. ധീരജ്, എനിക്ക് ഗവൺമെന്റ് ഇടത്തിൽ നിന്ന് ഒരു വലിയ തിട്ടം വന്നിട്ടുണ്ട്. നമ്മളുടെ ഗ്രാമം സമുദ്രത്തിന്റെ അടുത്താണ് ഉള്ളത്. ഭംഗിയുള്ള ഗ്രാമം. ഗവൺമെന്റ് ഇവിടെ ഒരു ഭംഗിയുള്ള കോളനി കട്ടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ എവിടെ താമസിക്കും? പൂജയുടെ സ്വരത്തിൽ പേടിയില്ല, പക്ഷേ തന്റെ ഗ്രാമത്തിനെ കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്നു. ഗവൺമെന്റ് നമ്മൾ എല്ലാവരിനു വേണ്ടി ഒരു സ്ട്രോങ് ആയ വീട് കെട്ടിക്കൊടുക്കും. പക്ഷേ നിങ്ങൾ എല്ലാവരും ഈ പേപ്പറിൽ സൈൻ ചെയ്യണം. തലവൻ അവരുടെ മുൻപിൽ ഒരു ഫയൽ നീട്ടി. ഈ ഗ്രാമത്തിൽ നന്നായിട്ട് പഠിച്ച ചെക്കൻ നീയാണ്. നീ ആദ്യം ഈ പേപ്പർ പഠിക്കേ. ഇല്ല തലവൻ സാറേ, എനിക്ക് നിങ്ങളുടെ മേലെ വിശ്വാസമുണ്ട്. പക്ഷെ ഒരു കാര്യം പറയുന്നു, ഗ്രാമത്തിലുള്ള 6 വീടെങ്കിലും നശിപ്പിച്ചെങ്കിൽ ഗവൺമെന്റ് അവരിന് പുതിയ വീട് തരണം. ഇവിടെ ഏത് കെട്ടിയാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ജോലി കിട്ടുമല്ലേ? ധീരജിന്റെ വാക്കുകളിൽ വിഷമവും ഉണ്ടായിരുന്നു, വിശ്വാസവും ഉണ്ടായിരുന്നു. വളരെ നല്ല കാര്യം. ഇപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങളെയൊക്കെ നീ പറയൂ, നമ്മളുടെ ഗ്രാമം ഇനി പുറകിലോട്ട് ഉണ്ടാവില്ല. പിന്നെ ആ വിശ്വാസത്തോടെ ധീരജ് ഗ്രാമത്തിനകത്തേക്ക് ചെന്നു. പൂജയും അവനോടൊപ്പം ഉണ്ടായിരുന്നു. രണ്ടുപേരും വീടുകൾ തോറും ചെന്നു. പിന്നെ ഗ്രാമത്തിലെ ജനങ്ങളും ധീരജ് പറഞ്ഞത് കേട്ടിട്ട് ആ പേപ്പേഴ്സിൽ കൈയടയാളം പതിപ്പിച്ചു. കുറച്ചു മണിക്കൂറുകൾക്കകം ധീരജും പൂജയും ഫയലെല്ലാം എടുത്തുകൊണ്ട് തലവനെ കാണാനായി ചെന്നു. രണ്ടുപേരുടെ കണ്ണുകളിലും വിശ്വാസമുണ്ടായിരുന്നു, അതായത് ഗ്രാമം പെട്ടെന്ന് മാറുമെന്ന്. നീ വലിയ ജോലിയാണ് ചെയ്തിരിക്കുന്നത് ധീരജ്. ധീരജും പൂജയും അവിടെ നിന്നും പോയതിനു ശേഷം തലവന്റെ ചിരി പതുക്കെ പതുക്കെ കള്ളച്ചിരിയായി മാറാൻ തുടങ്ങി. ബുദ്ധിയില്ലാതെ മക്കളെ, ഒരു പ്രാവശ്യം ഈ പേപ്പർ പഠിച്ചെങ്കിൽ അപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും ഇത് ഗവൺമെന്റിന്റെ തിട്ടമല്ല. ഈ മൊത്തം സ്ഥലത്തിനെയും ഞാൻ ഒരു വലിയ ആളിനെ വിറ്റു എന്ന്. ഇപ്പോൾ ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് മാറാൻ പോകുന്നത്. പശു, എരുമ, ചാണം എല്ലാം കഴിഞ്ഞു. ചില ദിവസങ്ങൾക്ക് ശേഷം രാഗപൂറിന്റെ അവസ്ഥ വളരെ മോശമായി തീർന്നു. ഗ്രാമത്തിൽ വലിയ വലിയ ബുൾഡോസർ വന്നു. വീട്ടിലെ ചുമരുകൾ, ജനങ്ങളുടെ ഓർമ്മകൾ, ആ മണ്ണിന്റെ വാസന എല്ലാം നശിക്കാൻ തുടങ്ങി. തലവൻ സാറേ, ഞങ്ങളുടെ വീടിനെ നശിപ്പിച്ചു. ഇനി ഞങ്ങൾ എവിടെ ജീവിക്കും? നിങ്ങൾ ഞങ്ങൾക്ക് നല്ലൊരു വീട് തരാമെന്നല്ലേ പറഞ്ഞത്? ഇവിടെ നിന്ന് പോയിക്കോ, ഒരു വീടും കിട്ടില്ല. ഈ ഗ്രാമത്തെ ജീവിതത്തിൽ ഞാൻ ക്ഷീണിച്ചു പോയി. ഇപ്പോൾ ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് മാറാൻ പോകുന്നത്. നിന്റെ വീട് എനിക്ക് സ്വന്തമാണ്. ഒന്ന് എടുത്തുകൊണ്ട് പോവാം. പശു, എരുമൈ ഇനി ഇവിടെ അതിന്റെ ആവശ്യമില്ലായിരുന്നു. പൂജയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. പിന്നെ ധീരജ് ഒരുപാട് വിഷമത്തിലായി. ഗ്രാമത്തിലെ ജനങ്ങളും അവനെയാണ് കുറ്റം പറഞ്ഞത്. ധീരജ് തന്റെ ഉടഞ്ഞ വീട്ടിനടുത്ത് നിൽക്കുകയായിരുന്നു. അവന്റെ സ്വപ്നങ്ങളെ പോലെ അവന്റെ വീടും മണ്ണോട് മണ്ണായി തീർന്നു. എന്നെ കൊണ്ടാണ് എല്ലാവരുടെ വീട്ടെയും ഇടിച്ചത്. അപ്പോഴാണ് അവന്റെ മുത്തശ്ശി അവന്റെ അടുത്തേക്ക് വന്നത്. അവരുടെ കണ്ണുകളിൽ അനുഭവം ഉണ്ടായിരുന്നു, പിന്നെ ധൈര്യവും നിറഞ്ഞിരുന്നു. വിശ്വാസം കൈവിടരുത് മോനെ. ധീരജ് അവന്റെ മുത്തശ്ശിയെ നോക്കി. വിശ്വാസത്തിന്റെ അവസാനത്തെ പ്രകാശം കാണുന്നത് പോലെ നോക്കി. ഇവിടെ നിന്നും കടലിന് നടുക്ക് കുറച്ചു ദൂരെ ഒരു ദ്വീപുണ്ട്. അവിടെ ഒരു വയസ്സായ അമ്മയുണ്ട്. അവരെന്നോട് മുൻപേ പറഞ്ഞിട്ടുണ്ട്, അതായത് ചാണകമൊന്നും വെറുതെ ആകില്ലെന്ന്. അതിനുള്ള സമയമെത്തി. തലവനും ഇക്കാര്യം മനസ്സിലാകട്ടെ. എന്താ പറയുന്നു മുത്തശ്ശി? ആ മുത്തശ്ശി ചാണകത്തെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കിയിരിക്കുന്നു. അവരുടെ അറിവ് നിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അടുത്ത ദിവസം തന്നെ പൂജ, ധീരജ് പിന്നെ മുത്തശ്ശി തോണി എടുത്തുകൊണ്ട് ആ ദ്വീപിലേക്ക് ചെന്നു. തിരമാലകൾ ശാന്തമായിരുന്നു, പക്ഷെ അവരുടെ മനസ്സിൽ കുയിലുണ്ടായിരുന്നു. ദ്വീപിൽ ആരുമില്ലായിരുന്നു, പക്ഷെ കാറ്റത്ത് ഒരു ചെറിയ രഹസ്യമുണ്ടായിരുന്നു. അവിടെ അവർ വയസ്സായ മുത്തശ്ശിയെ കണ്ടു. വെളുത്ത തലമുടി, കൂർത്ത കണ്ണുകൾ, പിന്നെ മുഖം അനുഭവത്തിന്റെ പുസ്തകം പോലെ ആയിരുന്നു. ധീരജ് നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. മുത്തശ്ശി ധീരജ് പറഞ്ഞതൊക്കെ കേട്ടു. പിന്നെ ദ്വീപിനകത്തുള്ള ഗുഹയിലേക്ക് കൊണ്ടുപോയി. അവിടെ പഴയ കാലത്തിലുള്ള ഗ്രഹശാസ്ത്രം ഉണ്ടായിരുന്നു. അതിൽ പശുവിന്റെ ചാണകത്തിനെ കുറിച്ചും ഔഷധ ഗുണത്തെക്കുറിച്ചും ഉണ്ടായിരുന്നു. പശുവിന്റെ ചാണകം ഒരു എരിവസ്തു മാത്രമല്ല, സയൻസിന്റെ വേരാണെന്ന് പറഞ്ഞു. ധീരജ് ബയോഗ്യാസ് ചെയ്യാനായി പഠിച്ചു. പൂജ ചാണകത്തിൽ ചെങ്കൽ പിന്നെ ടൈൽസും ചെയ്യാൻ തുടങ്ങി.
ധീരജിന്റെ മുത്തശ്ശി ജാവേദ് മണ്ണ് റെഡിയാക്കി ഇത് നന്നായി കൃഷി ചെയ്യാൻ അവരെ സഹായിച്ചു. പിന്നെ ആ വയസ്സായ മുത്തശ്ശി അവർക്ക് ചാണകത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ദ്വീപിൽ കുറച്ച് ദിവസം നന്നായി പഠിച്ചതിനും മനസ്സിലാക്കിയതിനു ശേഷം ധീരജ്, പൂജ പിന്നെ മുത്തശ്ശി ഒരു തീരുമാനം എടുത്തു. അവർക്ക് മനസ്സിലായി രുദ്രപൂരിൽ ഇപ്പോൾ ഒരു വീടും ഇല്ല. അതുകൊണ്ട് അവർ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വാർത്ത അയച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ മുഴുവൻ രുദ്രപൂരും പശുവിനെയും എരുമയും കൊണ്ട് ഗ്രാമത്തിലേക്ക് തിരികെ വരാൻ തുടങ്ങി. ഏത് ദ്വീപിലാണോ ഒന്നുമില്ല എന്ന് കരുതിയത് അത് തന്നെ ഇപ്പോൾ അവർക്ക് വിശ്വാസത്തിന്റെ ദ്വീപായി മാറാൻ പോകുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ പശുവോടും എരുമയോടും ഒപ്പം ദ്വീപിലേക്ക് വന്നു ചേർന്നു. എല്ലാവരുടെ മുഖവും വിഷമത്തിലായിരുന്നു. പക്ഷെ കണ്ണുകളിൽ ഒരു പ്രകാശമുണ്ടായിരുന്നു. ധീരജ് എല്ലാരോടും പറഞ്ഞു, ഇവിടെ ചാണകമാണ് നമ്മുടെ ജീവിതം മാറ്റാൻ പോകുന്നതെന്ന്. നമ്മൾ എല്ലാവരും ചേർന്ന് നമ്മളുടെ പുതിയ വീടിനെ ഇവിടെ കട്ടാം. ഏതൊക്കെ പോയോ അതെല്ലാം തിരിച്ചു കിട്ടും. അതിനുശേഷം അവർ പണി തുടങ്ങി. പശുവിന്റെയും എരുമയുടെയും ചാണകം ഉണക്കി പദപ്പെടുത്തി. പിന്നെ വയസ്സായ മുത്തശ്ശി പറഞ്ഞ രീതിയിൽ അതിനെ ശരിയാക്കി. ധീരജ് ചുമരുകൾ കെട്ടി. പൂജ അതിലുള്ള ബാക്കി ജോലികൾ ചെയ്തു. പിന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ ചേർന്ന് കൂര കെട്ടി. കുറച്ചു ദിവസത്തിനകം ചാണക ചെങ്കൽ കൊണ്ട് ചെയ്യപ്പെട്ട വീട് റെഡിയായി. അത് അത്ര സ്ട്രോങ്ങും ഭംഗിയുള്ളതുമായിരുന്നു. അതായത് ദൂരെ നിന്നും കണ്ടാൽ ആർക്കും അറിയില്ല ഇത് ചാണകം കൊണ്ട് കെട്ടിയ വീടാണെന്ന്. വീടെല്ലാം പ്രകൃതി ഭംഗി കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരുന്നു. കൂര തിളങ്ങിക്കൊണ്ടിരുന്നു. ചുമരുകളിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ അകത്ത് നല്ല ഭംഗിയുള്ള ഒരു മണവും വീശി. എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. നമ്മൾ എല്ലാവരും ചേർന്ന് ചാണകത്തിന്റെ വീടുകൾ നിറഞ്ഞ ഒരു ഗ്രാമം രൂപീകരിച്ചു. ഇനി നമ്മളെ ഈ ഗ്രാമത്തിൽ നിന്നും ആരെ കൊണ്ടും പുറത്തഴിക്കാൻ പാടില്ലായിരുന്നു. മുത്തശ്ശി ചിരിക്കാൻ തുടങ്ങി. അവരുടെ ചിരിയിൽ വിശ്വാസമുണ്ടായിരുന്നു. അവരുടെ അനുഭവത്തെക്കുറിച്ചുള്ള അഹങ്കാരം. മോനെ, ചാണകത്തിന് മണ്ണിന് ജീവൻ നൽകാനുള്ള ബലമുണ്ട്. പശുവിന്റെ അനുഗ്രഹം ഒരിക്കലും വെറുതെ ആകില്ല. ജനങ്ങൾ ഇതിനെ ചവറെന്ന് കരുതുന്നു. അതാണ് ഭൂമിക്ക് യഥാർത്ഥ മൂല്യം. പിന്നെ ഓർമ്മയിരിക്കട്ടെ, ചാണകം വീട് മാത്രമല്ല, നമുക്ക് ഭാഗ്യവും കൊണ്ടുവരും. ധീരജ് ചാണകം ഉപയോഗിച്ച് പ്രകൃതിദത്തമായ വിത്തുകൾ വിതച്ചു. അവരെല്ലാവരും നിലം ഉഴാൻ തുടങ്ങി. കരിമാമൺ അതിശയം കാണിച്ചു. ചെടി കൊടി മരങ്ങളൊക്കെ തഴച്ചു വളരാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ആ ദ്വീപിൽ ഒരു ഭംഗിയുള്ള മനോഹരമായ പ്രകൃതിദത്തമായ ഗ്രാമമുണ്ടായി. ജനങ്ങൾ അതിന് ഒരു പേര് വെച്ചു, ഗോബർപൂർ ദ്വീപ് ഗ്രാമം. മറുവശത്തെ രുദ്രപൂരിൽ തലവന്റെ ഫാക്ടറി ഓടാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് ഇൻഡസ്ട്രിയൽ കെമിക്കൽ കാരണം കുടിക്കുന്ന ജലമൊക്കെ വിഷമായി മാറി. കറണ്ട് ലൈനും പെട്ടെന്ന് വിടാൻ തുടങ്ങി. കൃഷിയൊക്കെ നശിക്കാൻ തുടങ്ങി. പാടത്ത് ദുർനാറ്റം വീശാൻ തുടങ്ങി. വളരെ വലിയ ആപത്ത് എപ്പോഴാണ് ഉണ്ടായെന്നാൽ ഒരു ഫാക്ടറിയിൽ ഗ്യാസ് ലീക്കാകാൻ തുടങ്ങി. ആ മുഴുവൻ സ്ഥലവും മൂടപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ടായി. തലവന് ഒന്നും തന്നെ മനസ്സിലായില്ല. ഈ ഗ്യാസ് ലീക്കേജിനെ തടയാൻ ഒറ്റ വഴി മാത്രമാണ് ഉള്ളത്. അതിന് കരിമണ്ണാണ് ആവശ്യം. അത് വിഷ കെമിക്കലിനെ നശിപ്പിച്ചേക്കും. തലവന്റെ കൈകാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം ഓർമ്മ വന്നു. ഈ മണ്ണ് ഒരു സ്ഥലത്ത് മാത്രമേ കിട്ടൂ, അത് ദ്വീപിൽ. അവിടെ ധീരജ് ചാണകം ഉപയോഗിച്ച് അതിശയിപ്പിക്കുന്ന കലവ കണ്ടുപിടിച്ചു. വേറെ വഴിയില്ലാതെ നാണം കെട്ട ആ തലവൻ ഗോബർപൂരിലേക്ക് ചെന്നു. അദ്ദേഹം ആദ്യമായി ദ്വീപിലേക്ക് വന്നു. പിന്നെ ആദ്യമായി അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം എന്തിനെയാണോ കളിയാക്കിക്കൊണ്ടിരുന്നത് അതാണ് യഥാർത്ഥ ശക്തി. ഗ്രാമത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിച്ചില്ല. പക്ഷേ ധീരജിന്റെ മുത്തശ്ശി മുൻപിൽ ചെന്ന് എന്തു പറഞ്ഞെന്നാൽ, ആ ഗ്രാമവും ഞങ്ങളുടേതാണ്. പിന്നെ ഞങ്ങളുടെ ഗ്രാമത്തിന് ഞങ്ങൾ ഒരു ദോഷവും ഉണ്ടാകാൻ സമ്മതിക്കില്ല. മുത്തശ്ശി പറഞ്ഞത് കേട്ടിട്ട് ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാം തയ്യാറായി. അവർ ചാണകമണ്ണ്, കരിമൺ, പിന്നെ ബയോ എനർജി റെഡിയാക്കി. എല്ലാവരും ചേർന്ന് വെള്ളം എടുത്തുകൊണ്ട് ഫാക്ടറി നോക്കി വന്നു. ഗോബർപൂർ ജനങ്ങളെല്ലാം ചേർന്ന് ഗ്യാസ് റിസർവിന് മുകളിൽ കരിമൺ പിന്നെ കളിമണ്ണിനെ ഉപയോഗിച്ചു. കുറച്ചു നിമിഷത്തിനകം വിഷവായുവിന്റെ അവസ്ഥ കുറയാൻ തുടങ്ങി. ഫാക്ടറിയിൽ നിന്നും വന്ന ലീക്ക് നിന്നു. പിന്നെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടു. തലവൻ എല്ലാവരുടെ മുൻപിലും തല കുനിച്ചു നിന്നു. ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയി, എന്നെ ക്ഷമിച്ചേക്കൂ. ഞങ്ങൾക്ക് അങ്ങയോട് ഒരു ദേഷ്യവുമില്ല. എന്ത് സംഭവിച്ചോ എല്ലാം നല്ലതിന് തന്നെയാണ്. നീ ഞങ്ങളെ പറ്റിക്കാതെ ഇരുന്നിരുന്നെങ്കിൽ നമ്മുടെ ദ്വീപിൽ ഇങ്ങനെ ഒരു ഗ്രാമം എങ്ങനെ രൂപം കൊണ്ടിരിക്കും പറയോ? തലവൻ തല കുനിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് തിരികെ ചെന്നു. തലവൻ ഫാക്ടറി അടച്ചുപൂട്ടി. ഗ്രാമത്തിലുള്ളവരുടെ പത്രങ്ങളെല്ലാം തിരികെ നൽകി.
പക്ഷെ ഇപ്പോൾ ആരും തന്നെ രുദ്രപൂരിലേക്ക് തിരികെ വരാൻ തയ്യാറല്ല. ഗ്രാമത്തിലെ ജനങ്ങളുടെ പുതിയ വീട് ദ്വീപാണ്, ചാണകം കൊണ്ടുണ്ടാക്കിയത്, പക്ഷേ സ്ട്രോങ്ങിൽ പാറയേക്കാളും ഉയർന്നത്. ഈ സ്ഥലം ഇപ്പോൾ വെറും ഒരു ഗ്രാമമല്ല, ഇത് അറിവ്, അധ്വാനം, പിന്നെ പ്രകൃതിയുടെ ശക്തി കൊണ്ട് ജീവിക്കുന്നതിന് തെളിവാണിത്. ഗവൺമെന്റ് അവിടെ റിസർച്ച് സെന്റർ രൂപീകരിച്ചു. സയന്റിസ്റ്റ് ഒക്കെ ഗോവർപൂരിന്റെ ടെക്നിക്ക് പഠിക്കാനായി എത്തി. ഈ ലോകം എന്തിനാണോ കളിയായി കണ്ടത്, അത് രണ്ട് ഗ്രാമങ്ങളുടെ തലയെഴുത്തിനെ തന്നെ മാറ്റി.